കണ്ണൂരും കാസർഗോഡുമാണ് ഇന്നിപ്പോൾ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്, റെഡ് അലേർട്ട് ഉള്ളത്. അർജുൻ കല്യാട് ചേരും നമുക്കൊപ്പം കണ്ണൂരിൽ നിന്നും. ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്, ഓൾ ദ ബെസ്റ്റ്. നല്ല കനത്ത മഴ വരാൻ പോവുകയാണ് കണ്ണൂരിൽ. മഴ മുന്നറിയിപ്പ് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം മലയോര മേഖലകളിലൊക്കെയുള്ള ആളുകൾ കഴിഞ്ഞ തവണയൊക്കെ ഈ പ്രളയം വരുന്ന സമയത്തൊക്കെ അതിതീവ്ര മഴ പ്രതീക്ഷിച്ചിരുന്ന മനുഷ്യരുണ്ട്. അതേപോലെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച മനുഷ്യരുണ്ട്, മഴക്കെടുതികൾ അനുഭവിച്ച മനുഷ്യരുണ്ട്, മരം വീണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായവരുണ്ട്. ഇപ്പോൾ ഇന്ന് എങ്ങനെയാണ് കണ്ണൂരിൻ്റെ ഒരു അവസ്ഥ? ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ വൃത്തിയായിട്ട് നടന്നിട്ടുണ്ടോ? വെള്ളക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അരുണെ, മഴ മുന്നറിയിപ്പ് റെഡ് അലേർട്ട് ആണെങ്കിലും കാലാവസ്ഥ മഞ്ഞ അലേർട്ടാണ് എന്നതാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത്. പക്ഷേ കൂടുതൽ മഴ കനക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ തോന്നുന്നത്. എല്ലായിടത്തും മേഘാവൃതമായ രീതിയിലാണ്. നമ്മളിപ്പോൾ തളിപ്പറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ ലൈവ് ചെയ്യുന്നത്. ഈ വരുന്ന വഴിയിൽ എവിടെയും തന്നെ കാര്യമായ മഴ പെയ്തിട്ടില്ല. പക്ഷേ എല്ലായിടത്തും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണുള്ളത്. രാവിലെ ഒരു പ്രഭാതത്തിൻ്റെ അന്തരീക്ഷമല്ല എല്ലായിടത്തും ഉള്ളത്. സൂര്യനൊന്നും എവിടെയും കാണുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും കണ്ണൂരിൽ ഇന്നെന്തായാലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ജാഗ്രത ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ചിലയിടങ്ങളിൽ നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലും അതുപോലെ തന്നെ തീരദേശ മേഖലയിലുമാണ് പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും മണ്ണിടിഞ്ഞു വീഴാനും ഉരുൾപൊട്ടലിനും ഒക്കെയുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണം അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്നു. അതിൽ വിവിധ വകുപ്പുകളുടെ മേധാവികളും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ പങ്കെടുത്തിരുന്നു. അതിൽ കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും, അതായത് 26-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കണ്ണൂരിൽ റെഡ് അലേർട്ടാണ്. അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ എല്ലാ ക്വാറി പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് പുറമെ ഇത്തരത്തിൽ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള സഞ്ചാരം ഒഴിവാക്കണം, വിനോദസഞ്ചാര മേഖലകളെല്ലാം അടച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. കണ്ണൂരിലും കാസർഗോഡിലും സമാനമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുമുണ്ട്. എന്തായാലും കണ്ണൂരിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും ഒന്നും തന്നെ മഴ കാര്യമായി പെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആണെങ്കിലും ഒരു യെല്ലോ അലർട്ടിന്റെ സ്വഭാവമാണ് കണ്ണൂരിലുള്ളത് എന്ന് കരുതി മഴയില്ല എന്ന് കരുതിയിരിക്കേണ്ട. വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡും കണ്ണൂരും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.